ശ്രീ ജിബിൻ ഗോപിനാഥാണ് നമുക്കിപ്പം തത്സമയം ചേരുന്നത്. ശ്രീ ജിബിൻ, സ്വാഗതം. സന്തോഷം. സിനിമയിൽ അതേ ലുക്കിലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ നിന്ന് കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഇല്ല, ഇങ്ങനെ ഇരുന്നിട്ടേ ആൾക്കാർ തിരിച്ചറിയുള്ളൂ. ക്ലീൻ ഷേവ് ഒക്കെ ചിലപ്പോൾ. അല്ല, ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ കണ്ടുവന്ന് നമ്മുടെ സഹപ്രവർത്തകരോട് ഇന്നയാളാണ് വില്ലൻ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ സൂചന വെറുതെ തമാശയ്ക്ക് പറയുമ്പോഴേക്കും ആളുകൾ ചെവി വെത്തും. കാരണം ഹൊറർ സിനിമയായിട്ട് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലോ. അപ്പോൾ കൂടുതലൊന്നും അതിലെ അഭിനയിക്കുന്നവർക്കും പറയാൻ കഴിയില്ല. എങ്കിലും ഒരു സിനിമ ആ ചിത്രീകരണത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് ഒന്ന് കേൾക്കാൻ രസം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ചിത്രീകരണവും ഈ വേഷത്തിലേക്ക് എത്തിയത്? അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ക്യാരക്ടർ ആര് ചെയ്യണം എന്നുള്ളൊരു അന്വേഷണത്തിനിടയ്ക്ക് നമ്മുടെ ഈ ഡയറക്ടറുടെ അടുത്ത സുഹൃത്താണ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനുണ്ട്, ദിൻനാഥ് പുത്തഞ്ചേരി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ഇതുപോലൊരു ഇൻ്റർവ്യൂ വീഡിയോ കണ്ടിട്ട് അത് ഈ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ നേരിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അറിയിക്കുന്നത് നമുക്ക് ഈ പടം ചെയ്യാം. അങ്ങനെ പ്രൊഡക്ഷൻ കൂടെ തീരുമാനിച്ചു, എന്നെ പടത്തിലേക്ക് എടുക്കുകയായിരുന്നു. കുറച്ച് നാളുകളായി സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നു അല്ലേ? ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഞാനിപ്പോൾ വായിച്ചു. അതായത് ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പല സിനിമകളിലും ഞാൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് പരിഗണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയച്ചൊരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ ഇന്ന് വായിക്കേണ്ടായി. പ്രഷർ ശ്രദ്ധിക്കുക, അദ്ദേഹം പോലീസുകാരനാണ്. ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എങ്കിലും ഇപ്പോൾ എത്ര വർഷമായി ലീവ് എടുത്ത് സിനിമയുടെ ഒപ്പം കൂടിയിട്ട്? ഞാൻ സിനിമയിൽ ഒരു പൂർണ്ണ സിനിമാക്കാരനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തെ ലീവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലമായിട്ട്, ഇപ്പം 5-ൽ 2 കൊല്ലമായിട്ടുണ്ട്. ഈ 2-ാം കൊല്ലത്തിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത്. എനിക്കാണ് 2 കൊല്ലം അല്ലേ, ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. പക്ഷേ പരസ്യങ്ങളുണ്ട്, സിനിമകളിലെ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടും. ഇങ്ങനെ ഒരാളുണ്ട്, ഒരു നടനുണ്ട് എന്ന ആളുകൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ സിനിമ എത്തിയത് അല്ലേ? തീർച്ചയായിട്ടും അത് ആണ്. നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും കുറേ ശ്രദ്ധിക്കപ്പെട്ട പരിപാടികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറേ നല്ല വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് തന്നെ നമ്മളിവിടെ അവിടെ ഇവിടെയായിട്ടൊക്കെ തല കാണിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുകയായിട്ട് ഇപ്പം നമുക്കൊരു ഭാഗ്യം പോലെ ഇപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ല രസമായിട്ട് നിറഞ്ഞ് ഓടുന്നുണ്ട്. അല്ല, ആ പോസ്റ്റിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. വലിയ ആഗ്രഹമാണ് സിനിമയിൽ പല വേഷങ്ങളൊക്കെ അല്ലെങ്കിൽ സൈഡിലൊക്കെ വന്ന് ചില വേഷങ്ങളൊക്കെ ചെയ്തു. ഇത് സിനിമയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് സ്ക്രീനിൽ വന്നാൽ മാത്രമേ നമ്മളതിലുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ആ ഒരു വിഷമഘട്ടങ്ങളെയൊക്കെ എങ്ങനെയാണ് മറികടന്നത്? അതിനൊരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം, എന്നെ തേടി ഒരു കഥാപാത്രം അല്ലേ, ഒരു കഥാപാത്രം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു അങ്ങനെ ഒരു കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? പ്രത്യേകിച്ച് ജോലി ലീവ് എടുത്തൊക്കെയാണ് ഇരിക്കുന്നത്. ആളുകൾ പറഞ്ഞാണല്ലോ, എടാ എന്തിൻ്റെ സുഖേടാണ് ഈ ജോലിയൊക്കെ ലീവ് എടുത്ത് പോകണമെന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും. അല്ല, അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ ചെറുതാണെങ്കിൽ പോലും അത് വരാതിരിക്കുമ്പോൾ ഉള്ള വിഷമം ഒരു ആദ്യത്തെ 2-3 തവണ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് ആ ഒരു ലൈനാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത കാലയളവ് വെച്ചിട്ടൊന്നും അല്ല, എപ്പോഴെങ്കിലും എന്നുള്ളതല്ല, ഒരു ഇന്ന സമയത്ത് എന്തെങ്കിലും ആവണമെന്ന് തീരുമാനിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ടൈം ഉണ്ടാകും, അത് എപ്പോഴായാലും അങ്ങനൊരു ലൈനിലാണ്. ഇപ്പോൾ ഈ കഥാപാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ സദാശിവം, അദ്ദേഹം ഈ കോവിഡ് കാലത്ത് അതെൻ്റെ മനസ്സിലൂടെ പോയ ചിന്തകളാണ് ഈ സിനിമകളായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ ഫ്രെയിമിൽ വേറെ ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരു ഫ്രെയിം കൊണ്ട് മാത്രം പേടിപ്പിക്കാൻ കഴിയും ഒരു സംവിധായകനെ എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ഇങ്ങനെ നിരന്തരം കാണാം. നമ്മളും അനുഭവിച്ചാണ് സിനിമ കാണുമ്പോൾ. അപ്പോൾ ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഒരു പറയാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ മതി, കാരണം ഒന്നും വിട്ടു പറയാൻ പറ്റില്ല. എങ്ങനെയും ഇത് അനുഭവിച്ചത് ആ ക്യാരക്ടറിനെ, പ്രണവിൻ്റെ ക്യാരക്ടർ, ഇതൊക്കെ ഒരു കോമ്പിനേഷനൊക്കെ എങ്ങനെ വർക്കൗട്ടായി? അല്ല, നമ്മൾ പറഞ്ഞു തന്ന കഥ വായിച്ച ഒരു സ്ക്രിപ്റ്റ്, ഇതിനപ്പുറത്തേക്ക് ആ എഴുതി വച്ചേക്കുന്നതിനപ്പുറം ഇപ്പം എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് കൃത്യമായ ധാരണയോടെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സിനിമ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ കൃത്യമായിട്ടുണ്ടായിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിലും അത് ഇതേ ഔട്ടാണ് എന്നുള്ളത്, ഈ ഒരു ഔട്ട് മനസ്സിൽ കണ്ടു തന്നെയാണ് അദ്ദേഹം നമുക്ക് ഓരോ കാര്യവും പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഇപ്പം പ്രണവിനോടൊപ്പം ആയാലും അദ്ദേഹവും വളരെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സിങ്കാവാൻ പറ്റി. അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് സിങ്കായി. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ആ ഒരു കോംബോ സീൻസ് എല്ലാം നല്ല വർക്കായത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലുള്ള ഒരുപാട് പ്രമുഖരായ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അഭിനേതാക്കളുണ്ട്. അവരിലേക്കൊക്കെ എത്തേണ്ട അത്ര ഒരു ഹെവി ക്യാരക്ടറാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്യാരക്ടർ
കറക്റ്റ് മീറ്റർ പിടിച്ച് അല്ലേ ചെയ്യേണ്ട ഒരു വേഷമാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശീലമായെന്നെങ്കിലും പറയും നമ്മൾ ഇനി അങ്ങനെ വെട്ടിപ്പോകാൻ സാധ്യമില്ലാത്തൊരു കഥാപാത്രമാണ് കിട്ടുന്നെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷെ അത് ഏറ്റവും നന്നായി സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വലിയ ചലഞ്ചുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു ഹോംവർക്ക്, നമ്മുടെ ഒരു ഏത് രീതിയിലുള്ള ഡെഡിക്കേഷൻ? അതിന് ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ആദ്യം പറഞ്ഞത്, സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നിട്ട് പറഞ്ഞത്, ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഹോംവർക്കും ചെയ്യരുത്, പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് 100% അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ചെല്ലുകയായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് ചെയ്താൽ മതി എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുപോലെ കേൾക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നുള്ളൂ. വളരെ കൂളായിട്ട്, വളരെ ചില്ലായിട്ട്, വളരെ രസകരമായിട്ട് അദ്ദേഹം അത് നമ്മളിലെ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് വിശ്വാസം. അതായത് പൂർണ്ണമായും രാഹുലിൻ്റെ ഒരു ടൂളായിട്ട് അല്ലേ ഓരോ ആക്ടേഴ്സും മാറി? ആണ്, തീർച്ചയായിട്ടും ആണ്. ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പോലീസുകാരുടെ ഒരുപാട് കഥകൾ, ഞങ്ങളിപ്പോൾ ചില ക്യാമ്പയിനൊക്കെ ആയിട്ട് പോലീസുകാരിലെ കലാഹൃദയമുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചത് പോലീസിലെ ജോലിക്കിടെയൊക്കെ പലർക്കും പറ്റിപ്പോകുന്ന അപകടങ്ങളും അതിനെ അവരെങ്ങനെ തരണം ചെയ്യുന്നു, പോലീസ് സേന എങ്ങനെ ഒപ്പം നിൽക്കുന്നു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ടായിരിക്കും പോലീസിൽ നിന്ന് ഇത്രയും അഭിനേതാക്കളെ നമ്മൾ കാണും. ഇപ്പോൾ തൊണ്ടി മുതൽ അടക്കമുള്ള ദൃക്സാക്ഷി അടക്കമുള്ള സിനിമകളിലൂടെയൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സേനയിലെ ഒരു അനുഭവം ഈ സിനിമയിലേക്ക് പോകാനുള്ള ഒരു കരുത്തായി മാറിയത്? കിട്ടുന്നൊരു പിന്തുണ അത് വളരെ പ്രധാനമാണല്ലോ. നമ്മുടെ ഒരു ജോലിയിൽ നിന്ന് മാറി ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു വലിയ പിന്തുണ വേണം. അതൊക്കെ എങ്ങനെയാണ് മേലുദ്യോഗസ്ഥരും അല്ലെങ്കിൽ സഹപ്രവർത്തകരും ഒക്കെ സംസാരിക്കുന്നത്? ബേസിക്കലി ഞാൻ സിനിമയിൽ സേനയിൽ എത്തുന്നതിന് മുന്നേ ഓഡിഷൻ പരിപാടികളായിട്ട് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒരു ഭാഗ്യം പോലെ, അല്ലെങ്കിൽ അന്ന് ജീവിക്കാൻ വേണ്ട ഒരു സപ്പോർട്ട് പോലെ കിട്ടിയതാണ് പോലീസ് സേനയിലെ ജോലി. വേണ്ടി കിട്ടിയൊരു വേഷമാണ് പോലീസ് അല്ലേ? അല്ല, അങ്ങനല്ല, കിട്ടിയ വേഷം, നമ്മളെ തേടിയെത്തിയ വേഷം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്നുള്ളത് ഈ അഭിനയിക്കുക, സിനിമ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് അവർക്കും കൂടെ മനസ്സിലായപ്പോൾ എനിക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും പല വിധത്തിൽ നമ്മളെ ജോലി സംബന്ധമായിട്ട് സഹകരിക്കുകയും ലീവിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെയധികം എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസേഴ്സൊക്കെ മീൻസ് ഈ മനോജ് ഇബ്രാഹിം സാറൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട്, സത്യം സാറിൻ്റെ പെർമിഷൻ വാങ്ങിച്ചാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നതിലും. ഈ നിമിഷവും അദ്ദേഹവും എൻ്റെ കൂടെ, പിന്നെ ഈ അജിത് സാറ്, പിന്നെ സന്തോഷ് സാറ്, സുൽഫിക്കർ സാർ, ഇവരൊക്കെ ACPമാരാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാൻ ഈ അഭിനയത്തിൻ്റെ സാധ്യത കൂടി നമുക്കൊരു പോകാനുള്ള സൗകര്യം കൂടെ കൂടിയിട്ട് അവരെ കൂടെയൊക്കെ നിന്ന് ജോലി ചെയ്തൊക്കെയാണ് കുറേ ഞാൻ പോയിട്ടുള്ളത്. എങ്ങനെ എല്ലാ വിധത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അത് എവിടെയും ഞാൻ പറയും. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 5 വർഷമാണ് ലീവ് എടുത്തത്. 2ാം വർഷത്തിൽ ഇതേപോലെ ഒരു ഹെവി ക്യാരക്ടർ തേടി എത്തിക്കഴിഞ്ഞു. ഇനി 3 വർഷം അവശേഷിക്കുന്നുണ്ട്. എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടായാൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോയാൽ 3 വർഷം കൊണ്ട് ജിബിൻ ഗോപിനാഥ് എന്നത് മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു നടനായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീവ് നമ്മൾ കുറച്ച് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അല്ലേ എന്ത് ചെയ്യും? ഇല്ല, നമുക്ക് മാക്സിമം 5 കൊല്ലം ഇപ്പോൾ പറ്റുള്ളൂ ഗവൺമെൻറ് സർവീസിൻ്റെ എല്ലാവർക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാവി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് സിനിമ, അങ്ങനെ ഒരു ഭാവി തന്നെയാണ് ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നത്. ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലേക്ക് എല്ലാം നല്ലതായിട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കട്ടെ, ആ സമയത്തെ സംഭവം പോലെ നമുക്ക് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. ശരി, ഇപ്പോൾ ഈ ലീവ് എടുക്കുന്നതിന് മുമ്പ് ഏത് സ്റ്റേഷനിലായിരുന്നു ജിബിൻ്റെ നാട്, വീട്, സ്ഥലം? അതും കൂടി പ്രേക്ഷകർക്ക് പെട്ടെന്ന്. ഞാൻ ലാസ്റ്റ് ജോലി ചെയ്തിരുന്നത് വലിയതുറ സ്റ്റേഷനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ നാടെന്ന് പറഞ്ഞാൽ കോലിയക്കോട് എന്ന് പറയും, വെഞ്ഞാറമൂടിനും പോത്തൻകോടിനും ഇടയ്ക്കാണ്. അവിടെ ഇതാണ്. പിന്നെ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് PMGയിലാണ്, ട്രിവാൻഡ്രം. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ പോലീസുകാർക്കും വളരെ സന്തോഷമുള്ള അല്ലേ, പലപ്പോഴും പോലീസുകാർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ ടെൻഷനും സമ്മർദ്ദമേറിയ ജോലിയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേർ അവരുടെ ഇഷ്ടങ്ങൾ തേടി പിടിക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷം സഹപ്രവർത്തകർക്കും കിട്ടും. അപ്പോൾ ഡിയർ സീറെ ഇനിയും ഒരുപാട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി അതൊരു ഹൊറർ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇനിയും സാധ്യതകൾ, ഞാനൊന്നും പറയുന്നില്ല, സാധ്യതകൾ ഇനിയും ഉരുത്തിരിഞ്ഞ് വരാനുള്ള ഇടമുണ്ട്. ഒപ്പം മറ്റ് സംവിധായകരുമൊക്കെ ജിബിൻ ഗോപിനാഥ് എന്ന പോലീസുകാരിലെ ഏറ്റവും മികച്ച നടനെ തേടിയെത്തട്ടെ. എല്ലാവിധ ആശംസകളും. പറയുന്ന പോലെ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇരിക്കാൻ കഴിയട്ടെ, കൂടുതൽ വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു. ശരി, സന്തോഷം.